ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ ഇടാമെന്ന്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാണിച്ചു തരാം. ഇന്നെന്താ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ബാ. അപ്പോൾ നമുക്ക് ആദ്യമേ കട്ടൻ കാപ്പിയിൽ നിന്ന് തുടങ്ങാം. കട്ടൻ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കടല വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണേ. അപ്പോൾ കടല ഇട്ടു, വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കാം. സൈഡിൽ ഇത് നമ്മുടെ കാപ്പി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കടലയ്ക്ക് വേണ്ടുന്നത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുട്ടിന് നനയ്ക്കാം. പുട്ടിന് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നനച്ച് മാറ്റി വെച്ചിട്ട് അരി അടപ്പയിലിടാം കേട്ടോ. അരി നമ്മൾ മറ്റേ കുത്തരിയല്ല ഉപയോഗിക്കുന്നത്, ഇവിടെ ഈ അരിയാണ് ഉപയോഗിക്കുന്നത്. ഇതാകുമ്പോൾ കുറച്ച് ടൈമേ എടുക്കുള്ളൂ. ഇനി നമുക്ക് കടലയ്ക്കുള്ളത് വഴട്ടിയെടുക്കാമേ. കടുക് പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മുടെ ഉള്ളി ചേർക്കുന്നുണ്ട്. കടലക്കറി പൊതുവെ എല്ലാവരും അവരവരുടെ സ്റ്റൈലിലാണ് വെക്കുന്നത്, വേറെ വേറെ രീതിയിലാണ് വെക്കുന്നത്. ഇത് ഞാൻ എൻ്റെ രീതിക്കാണേ. ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്കിന് തേങ്ങ കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് വഴണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കിന് നമ്മൾ തക്കാളി ചേർക്കുള്ളൂ. അപ്പം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സൈഡിൽ കൂടെ നമ്മുടെ കടല വെന്ത് വന്നിട്ടുണ്ട്. നല്ല വൃത്തിയിൽ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ചെടുത്ത് മാറ്റി ഞാൻ അരയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. കറിക്ക് ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കറുവപ്പട്ടയും പെരിഞ്ചീരവും കൂടി ഇട്ടാണ് അരയ്ക്കുന്നത്. കുറച്ച് കടല എടുത്തിട്ട് തക്കാളി ഒന്ന് ഇട്ടിട്ട് വഴണ്ട് വന്നപ്പോഴത്തേക്കിന് മസാലപ്പൊടികളെല്ലാം ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സൈഡിൽ ഇതേ നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട്, വറുക്കാൻ പാകമായിട്ടുണ്ട്. അപ്പം കറി ഇതേ നമ്മുടെ ആ പേസ്റ്റ് ചേർത്തതിന് ശേഷം തിളയ്ക്കുന്നതാണ്. റെഡി ആയിട്ടുണ്ട് കടലക്കറി. ഇനി പുട്ട് ചിരട്ടപ്പുട്ടാണേ. അപ്പോൾ ആ കുക്കറിൻ്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ്. കണ്ടോ, ഇതിപ്പോൾ അതിനെ മണ്ടയ്ക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. സൈഡിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മുടെ ചായയും റെഡി ആയിട്ടുണ്ട്. അതും എടുക്കാം. അതിനുശേഷം പാവയ്ക്ക മെഴുക്കുവരട്ടിക്കാക്കാം. ഇത് ഞാൻ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പാൻ ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം വഴട്ടിയെടുക്കുന്നുണ്ട്. ഇത് സൈഡിലാവട്ടെ. അപ്പോൾ നമ്മുടെ മറ്റേ സൈഡിൽ പുട്ട ആവി ഇങ്ങനെ കയറ്റി ഓരോന്നിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണേ. അതിനോടൊപ്പം തന്നെ ഞാൻ മോന് കൊണ്ടുപോകാൻ, ടിഫിന് കൊണ്ടുപോകാനെ കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തിയുടെ മാവ് ഞാൻ രാത്രിയിലേ കുഴച്ച് വെച്ചതാണേ. ലേറ്റ് നൈറ്റ് ഹസ്ബൻഡിന് ഒരു ക്രേവിങ്, ചപ്പാത്തിയും തക്കാളി ചട്നിയും കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ 2:30 കുറച്ച് ചപ്പാത്തിയും തക്കാളി ചട്നിയും ഒക്കെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം കുറച്ച് മാവ് ബാക്കിയുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ചപ്പാത്തിയും കടലക്കറിയും മോന് കൊണ്ടുപോകാനുള്ളത് റെഡിയായി. ഇനിയും കുറച്ച് വെള്ള ചമ്മന്തി ഉണ്ടാക്കാമേ. അതൊന്ന് അരച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിന് നമ്മുടെ കടലക്കറിയും പുട്ടും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് വറുക്കാൻ വേണ്ടിയിട്ട്, അതും വറുത്ത് കോരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലഞ്ച്. വറുത്ത ചിക്കന്, പാവയ്ക്ക മെഴുക്കുവരട്ടി, ചമ്മന്തിയും കടലക്കറിയും. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ബൈ ബൈ.